നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരത്തിന്റെ നന്മകളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് സിനിമാ സ്റ്റൈലിൽ ലഹരി വിൽപ്പന സംഘത്തെ കീഴടക്കി ഡാൻസ് ഓഫ് സംഘം. കനോലി കനാലിൽ ചാടിയ പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയത് സാഹസികമായി. 21 കിലോ കഞ്ചാവും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചു കടന്ന 4 സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. മുഖ്യപ്രതി മാടപ്രാവ് അനൂപ് കസ്റ്റഡിയിൽ. സിന്തറ്റിക് ട്രാക്കിൽ ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ. പുരുഷ, വനിതാ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി കരുത്ത് തെളിയിക്കാൻ കായിക പ്രതിഭകൾ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് ആവേശകരമായ തുടക്കം. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾക്ക് ഭക്തി നിർഭര സമാപനം. ദ്വാദശി പാരായണം, ദ്വാദശി പണം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ശേഷം നടന്ന ദ്വാദശി ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഞമനേങ്ങാട് തണ്ടേങ്ങാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ച് ബിംബത്തിൽ ചാർത്തിയ 3 സ്വർണ്ണത്താലി കവർന്നു. പോലീസ് അന്വേഷണം ഊർജിതം. വിശദമായ വാർത്തയിലേക്ക്. പോയ വർഷത്തെ എല്ലാ ദുഃഖങ്ങളെയും മായ്ച്ചു കളഞ്ഞ് ലോകം പുതുവർഷത്തെ വരവേൽക്കുന്ന ആരവങ്ങളിലാണ്. നന്മകളുടെ, സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ നല്ല സ്വപ്നങ്ങളുമായാണ് പുതിയ വർഷത്തെ നാട് എതിരേൽക്കുക. പിന്നിട്ട കാലത്തെ എല്ലാ കന്മഷങ്ങളും നീങ്ങി പ്രത്യാശ നിർഭരമായി നല്ല നാളെയുടെ പ്രതീക്ഷകളാണ് എല്ലാവരുടെയും മനസ്സിൽ തുടിക്കുക. ഇത് ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും കൂടിയ സമയമാണ്. ബീച്ചുകൾ, നഗരകേന്ദ്രങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, നാട്ടിലെ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പാട്ടിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ നിറവിലാണ് പലരും ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ആഘോഷം അതിരുവിട്ടു പോകാതിരിക്കാൻ പോലീസും ജാഗ്രത പുലർത്തുന്നുണ്ട്. പൊതു അറിയിപ്പുകളും ശബ്ദ നിയന്ത്രണവും മറ്റും പാലിച്ചില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. CCTVയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ആഹ്ലാദത്തിന്റെയും നന്മയുടെയും പുതുവർഷം ആശംസിക്കുന്നു. CCTV പ്രേക്ഷകർക്ക് AC മൊയ്തീൻ MLA പുതുവത്സരാശംസകൾ നേർന്നു. 2025 വിട പറയുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ സംസ്ഥാനമായി ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്കേറെ അഭിമാനമുണ്ട്. കാര്യത്തിൽ പുതിയ വർഷത്തിലും പുതിയ വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ കേരളത്തിനാകും. മതനിരപേക്ഷതയും സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു മണ്ണായി 2026 നമുക്ക് തുടർന്നു പോകാൻ കഴിയും. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവർഷം ഞാൻ ആശംസിക്കുന്നു. സിനിമാ സ്റ്റൈലിൽ ലഹരി വിൽപ്പന സംഘത്തെ കീഴടക്കി ഡാൻസ് ഓഫ് സംഘം. കനോലി കനാലിൽ ചാടിയ പ്രതിയെ അന്വേഷണ സംഘം സാഹസികമായാണ് പിടികൂടിയത്. 21 കിലോ കഞ്ചാവും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചു കടന്ന 4 സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. രാവിലെ 7:30യോടെയാണ് സംഭവം. ഒഡീഷയിൽ നിന്ന് 4 സംഘം കാറിൽ ലഹരി കടത്തുന്നുവെന്ന് രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ വാഹനം കണ്ടെത്തി. പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ സംഘം ചാവക്കാട് മുല്ലത്തറയിൽ ബൈക്കുകാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ചാവക്കാട് പാലത്തിനു മുകളിൽ വെച്ച് പോലീസ് ഇവരെ വളഞ്ഞു. ഇതോടെ വാഹനത്തിൽ നിന്നിറങ്ങി ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കനോലി കനാലിലേക്ക് ചാടിയ ആളെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം കൈവരിയിൽ കയറി നിന്ന് സംഘത്തിലെ 2 പേർ അന്വേഷണ സംഘത്തിന്റെ കണ്ണ് വെട്ടിച്ച് കടന്നുകളഞ്ഞു. ഒരാളെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടി. എന്നാൽ 2 പേർ കനോലി കനാലിൽ ചാടി എന്ന സംശയത്തിൽ ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ഇവർ തന്ത്രപൂർവ്വം ഡാൻസ് ഓഫ് സംഘത്തെ കബളിപ്പിച്ച് കടന്നു കളയുകയായിരുന്നു. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു.
ഒഡീഷ രജിസ്ട്രേഷനിലുള്ള കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഞ്ചാവ് കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയായ മാടപ്രാവ് അനൂപിനെ പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഇയാൾ ഇന്ന് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഒഡീഷയിൽ ബന്ധങ്ങളുള്ള അനൂപ് മുൻപും വലിയ രീതിയിൽ കഞ്ചാവ് കടത്തിവരികയായിരുന്നു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്താനുള്ളതായിരുന്നു പിടികൂടിയ കഞ്ചാവ്. പ്രതികളെ പിടികൂടുന്നതിനിടയിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദ്വാദശി പണം സമർപ്പണം നടന്നു. ദ്വാദശി പാരായണം, പണം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ശേഷം നടന്ന ദ്വാദശിയൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായി. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർ ദ്വാദശി ദിനത്തിൽ തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുവാനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് റവന്യൂ ഇൻസ്പെക്ടർമാരായ PB ബിജു, A രഞ്ജിനി, ദേവസ്വം ബോർഡ് തിരുവല്ലോമല ഗ്രൂപ്പ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിന്തറ്റിക് ട്രാക്കിൽ ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ. പുരുഷ, വനിതാ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി കരുത്ത് തെളിയിക്കാൻ കായിക പ്രതിഭകൾ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് ആവേശകരമായ തുടക്കമായി. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച രാവിലെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ സർവകലാശാലയ്ക്ക് കീഴിലെ 125ഓളം കോളേജുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ബുധനാഴ്ച രാവിലെ 7:30 നടന്ന പെൺകുട്ടികളുടെ 5000 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് ട്രാക്കിൽ പോരാട്ടത്തിന്റെ തിരിതെളിഞ്ഞത്. 1500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ പുരുഷ, വനിതാ വിഭാഗങ്ങൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലും മത്സരങ്ങളുണ്ട്. കിരീട പോരാട്ടത്തിൽ ഇത്തവണയും കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ സെന്റ് തോമസ് കോളേജും റണ്ണേഴ്സപ്പായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലാണ് പ്രധാന പോരാട്ടം. വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, വിമല കോളേജ് തൃശൂർ, മേഴ്സി കോളേജ് പാലക്കാട് എന്നിവർ കിരീടത്തിനായി കടുത്ത പോരാട്ടം കാഴ്ചവെക്കും. അന്താരാഷ്ട്ര കായിക വേദികളിൽ തിളങ്ങിയ KC സർവൻ, VS അനുപ്രിയ, രാഹിൽ സക്കീർ, B അനഘ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ സാന്നിധ്യം ഇത്തവണ മീറ്റിന്റെ മാറ്റുകൂട്ടുന്നുണ്ട്. അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടനം വൈകിട്ട് 5 മണിക്ക് നടന്നു. ചടങ്ങിൽ ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. MLA AC മൊയ്തീൻ അധ്യക്ഷനായി. ബദനി കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈൻ, സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് MB ഫൈസൽ, ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ, കുന്നംകുളം ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വാർഡ് കൗൺസിലർ ബീന ബാബു, ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം MLA AC മൊയ്തീൻ, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത എന്നിവർ പതാക ഉയർത്തി. കായികമേള വെള്ളിയാഴ്ച സമാപിക്കും. പ്രതിസന്ധികളെ തോൽപ്പിച്ച് രഞ്ജിതയുടെ സുവർണ കുതിപ്പ്. ചതിക്കുഴികളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രിയപ്പെട്ടവരുടെ വേർപാടും ഒരു പെൺകുട്ടിയെ എത്രത്തോളം തളർത്താം. എന്നാൽ തളരാനല്ല, തളർത്താൻ വരുന്ന പ്രതിസന്ധികളെ ട്രാക്കിൽ ഓടി തോൽപ്പിക്കാനാണ് താൻ ജനിച്ചതെന്ന് തെളിയിച്ചിരിക്കുകയാണ് രഞ്ജിത എന്ന കായിക താരം. സമരിയ സൈമൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആർമി അല്ലെങ്കിൽ നേവി ജോലി സ്വപ്നം കണ്ട് കോച്ചിങ്ങിന് ചേർന്ന രഞ്ജിതയെ കാത്തിരുന്നത് കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു. അവിടെ പറ്റിക്കപ്പെട്ട് സ്വപ്നങ്ങൾ പാതിവഴിയിൽ നിലച്ച സങ്കടത്തിലാണ് രഞ്ജിത ആദ്യമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ആ സങ്കടം മാറ്റാൻ തുടങ്ങിയ ഓട്ടം ഇന്ന് കാലിക്കറ്റ് സർവകലാശാല കായികമേളയിൽ റെക്കോർഡ് തകർത്ത് സുവർണ നേട്ടം കൊയ്ത് പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 5000 മീറ്റർ ഓട്ടത്തിൽ 2012-ൽ MD താര കുറിച്ച 17.16 എന്ന റെക്കോർഡ് പഴങ്കഥയാക്കിക്കൊണ്ടാണ് രഞ്ജിത 17.08 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തത്. സെന്റ് മേരീസ് കോളേജിലെ 2ാം വർഷ BVOC മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ട്രാക്കിനെ അമ്പരപ്പിച്ചു. വിജയത്തിന്റെ തിളക്കത്തിനിടയിലും രഞ്ജിതയുടെ ഉള്ളിൽ ഒരു കനലുണ്ട്. ഹൃദ്രോഗബാധയെ തുടർന്ന് അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ ശൂന്യത രഞ്ജിതയെ തളർത്താൻ നോക്കിയെങ്കിലും അത് വകവയ്ക്കാതെ തൻ്റെ പോരാട്ടം തുടർന്നു. വളരെ സന്തോഷമുണ്ട്. അതിനേക്കാളുപരി എൻ്റെ കോച്ചിനോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് തന്നെയാണ് ഞാൻ ഇത് സമർപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമം എല്ലാം അറിയാം അവർക്ക്. അപ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും നമുക്കിപ്പോൾ ഒരു പെയിനാണ്, ഓക്കെ അപ്പോൾ കുഴപ്പമില്ല, അതിനെ കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും എത്തിച്ചത് അവരാണ്. അപ്പോൾ അവർക്കാണിത് കൂടുതലും. ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഏകദേശം 4 ലക്ഷത്തോളം രൂപ ചെലവ് വരും.
കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പോലും പണയം വെച്ചും വിറ്റും കണ്ടെത്തിയ പണം കൊണ്ടാണ് ഈ താരം ട്രാക്കിലെത്തുന്നത്. ആദ്യ കോച്ച് ഹരിദാസിന്റെ പിന്തുണയിൽ കരിയർ ആരംഭിച്ച രഞ്ജിത കഴിഞ്ഞ 2 വർഷമായി കോച്ച് അജിത്തിന്റെ കീഴിലാണ് പരിശീലനം നേടുന്നത്. രഞ്ജിതയിലെ യഥാർത്ഥ കരുത്ത് തിരിച്ചറിഞ്ഞ് അവളെ 5000 മീറ്ററിലേക്ക് തിരിച്ചുവിട്ട അജിത്തിന്റെ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് ഈ റെക്കോർഡ് നേട്ടം ഉറപ്പിക്കുന്നു. അല്ല, അവൾ ആദ്യം റെക്കോർഡ് ഇട്ടതിൽ സന്തോഷം. അവൾ ആദ്യം ഹാഫ് മാരത്തോൺ റണ്ണറായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷമാണ് 5000 ആക്കിയത്. കഴിഞ്ഞ വർഷം തന്നെ അവിടെ നല്ലൊരു ടൈം ചെയ്തായിരുന്നു. അപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ഇടുന്നുള്ള പ്ലാനിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ പറ്റി, ഭയങ്കര സന്തോഷം. അത് അച്ചീവ് ചെയ്ത് എന്നെക്കാട്ടും കൂടുതൽ അവളുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ അവൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അവളുണ്ടായിരുന്ന ഒരു സ്വർണത്തിൻ്റെ തരി പോലും വിറ്റ് അത് വെച്ചിട്ടൊക്കെയാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റിയത്. ദാരിദ്ര്യത്തോടും സാഹചര്യങ്ങളോടും മല്ലിട്ട് റെക്കോർഡ് വേഗത്തിൽ ഓടിത്തീർത്ത രഞ്ജിത കായിക കേരളത്തിന് അഭിമാനമാകുമെന്ന് തീർച്ച. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ തനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ പെൺ താരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. പരിക്കിനെ തോൽപ്പിച്ച് ഷബീബിന്റെ റെക്കോർഡ് പ്രകടനം. ഹാമർ ത്രോയിൽ സുവർണ നേട്ടമാണ് ഈ താരം സ്വന്തമാക്കിയത്. കായിക ട്രാക്കിൽ വിസ്മയങ്ങൾ തീർത്ത് സെന്റ് തോമസ് കോളേജിലെ ഷബീബ് BK കാലിക്കറ്റ് സർവകലാശാല കായികമേളയിൽ ഹാമർ ത്രോ പുരുഷ വിഭാഗത്തിലാണ് റെക്കോർഡ് തിളക്കത്തോടെ ഷബീബ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2019 രാഹുൽ സുഭാഷ് സ്ഥാപിച്ച 15.53 എന്ന റെക്കോർഡ് തകർത്താണ് ഷബീബ് പുതിയ ചരിത്രം കുറിച്ചത്. സ്പോർട്സിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് 9ാം ക്ലാസ്സുകാരനായ ഷബീബിനെ കായിക രംഗത്തേക്ക് എത്തിച്ചത്. വർഷങ്ങളായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ബെസ്റ്റ് ഓഫ് 8 എന്ന നിലയിൽ മാത്രമായിരുന്നു പ്രകടനം. എന്നാൽ തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്ന ഷബീബ് സ്വയം രാഗിമിനിക്ക് ഒടുവിൽ വിജയപീഠത്തിലെത്തിയിരിക്കുകയാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 2ാം വർഷ MSW വിദ്യാർത്ഥിയാണ് ഈ താരം. പരിശീലനത്തിനിടയിലേറ്റ പരിക്കുകൾ ബുദ്ധിമുട്ടിച്ചിരുന്നു. വേദന നിലനിൽക്കുമ്പോഴും തന്റെ ആത്മവിശ്വാസം കൈവിടാതെ കളത്തിലിറങ്ങിയാണ് റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. പരിക്കുകളുടെ ക്ഷീണമില്ലായിരുന്നെങ്കിൽ അല്പം കൂടി മികച്ച റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഷബീബ് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആഗ്രഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ അന്നേ നോക്കി വെച്ചതാണ്. 50-19 അതെന്തായാലും റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം അതിനേക്കാൾ ഞാൻ ആഗ്രഹിച്ചു, നടന്നു. പക്ഷേ ഓക്കെ, സാറ്റിസ്ഫൈ ആണോന്ന് വെച്ചാൽ ഓക്കെ, ഇനിയും ബ്രേക്ക് ചെയ്യാം, അടുത്ത വർഷം നോക്കാം. തന്റെ ഈ വിജയത്തിന് പിന്നിൽ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്നാണ് ഷബീബ് പറയുന്നത്. PRF സ്പോർട്സ് ഫൗണ്ടേഷന്റെയും കോച്ചുമാരായ റിയാസ് സാർ, ഷാനു സാർ എന്നിവരുടെയും പിന്തുണ തന്നിലെ കായിക താരത്തെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഷബീബ് പറഞ്ഞു. ഫസ്റ്റ് ജേണി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ പഠിക്കുന്നത്. ദെൻ അതിനുശേഷം +2 കഴിഞ്ഞു. +2 എന്നെ റിയാസ് സാർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. മൂപ്പരിലൂടെ വീണ്ടും ഞാൻ ചെന്നൈയിലോട്ട് എത്തി. ചെന്നൈയിൽ ഒരു PRF സ്പോർട്സ് ഫൗണ്ടേഷൻ അങ്ങനെ ഒരു ക്ലബ്ബ് കയറി. അരുൺ നാഗരാജനും ശങ്കർ നാഗരാജനും അവരാണ് ഇപ്പോൾ എൻ്റെ കോച്ച്. ഇവർ രണ്ടിലൂടെ ഇപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് അച്ചീവ് ചെയ്തോന്ന് വെച്ചാൽ ഒരു പടിപടിയായിട്ട് ഞാൻ കയറി വരുന്നു. കഴിഞ്ഞ 4 വർഷമായി അരുൺ നാഗരാജ് കോച്ചിന്റെ കീഴിലാണ് ഷബീബ് പരിശീലനം നടത്തുന്നത്. പിതാവും മാതാവും 3 സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണയാണ് എല്ലാ പ്രതിസന്ധികളിലും തന്റെ കരുത്തെന്നും താരം കൂട്ടിച്ചേർത്തു. ദേശീയ മെഡൽ എന്ന വലിയ സ്വപ്നത്തിലേക്കുള്ള ചെറിയൊരു കാൽവെപ്പാണ് ഈ റെക്കോർഡ്. തനിക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും ഷബീബ് പറയുന്നു. ഞമനങ്ങാട് തണ്ടേങ്ങാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ച് ബിംബത്തിൽ ചാർത്തിയ 3 സ്വർണ്ണത്താലി കവർന്നു. രാവിലെ വിളക്ക് വയ്ക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വടക്കേക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. 1 മാസം മുമ്പ് സമീപത്തുള്ള ഞമനേങ്ങാട് ശിവക്ഷേത്രം, ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിച്ച് മോഷണം നടന്നിരുന്നു. ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ കവാടങ്ങൾ ഒരുക്കി കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ കയ്യൊപ്പ്. ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് മൈതാനത്ത് അരങ്ങേറുന്ന ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ ആത്മാവ് പകർന്നു കൊടുക്കുന്നത് കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ അജയൻ ചാലിശ്ശേരിയാണ്. മേളയിലെ പ്രധാന പവലിയനുകളുടെ കവാടങ്ങളുടെ ഡിസൈൻ, പ്രൊഡക്ഷൻ ചുമതല എന്നിവ അജയൻ ചാലിശ്ശേരിയാണ് നിർവഹിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഏകദേശം 25ഓളം കലാകാരന്മാർ രാവും പകലുമായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. മേളയുടെ പ്രധാന കവാടം, മുഖ്യവേദി, ഫുഡ് കോർട്ട്,
സെൽഫി പോയിന്റ് എന്നിവയുടെ നിർമ്മാണങ്ങൾ ഇപ്പോൾ അവസാന മിനുക്കുപണിയിലാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ ആത്മാവും സ്ത്രീശക്തിയുടെ ഉജ്ജ്വലതയും ഒരുമിപ്പിക്കുന്ന കലാഭാവനയാണ് ഈ കവാടങ്ങളിൽ സന്ദർശകരെ വരവേൽക്കുക. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ആർട്ട് വിഭാഗത്തിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തോടെയാണ് അജയൻ ചാലിശ്ശേരി ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തോടൊപ്പം ആർട്ട് ഡയറക്ടർ ഹിന്ദുലാൽ, ഡമ്മി ആർട്ടിസ്റ്റ് തിലകൻ, അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ മഹേഷ് ചെന്നൈ, ആർട്ട് അസിസ്റ്റന്റ് സജീർ, ഡിസൈനർ അപ്പു ആദി എന്നിവരും അണിയറയിലുണ്ട്. ഗ്രാമീണ സ്ത്രീ ശക്തിയുടെയും സംരംഭകത്വത്തിന്റെയും ഉത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ ഭാഷയിൽ ആത്മാവ് പകർന്നുകൊടുക്കുന്ന അജയൻ ജന്മനാട്ടിൽ തന്നെ അരങ്ങേറുന്ന ദേശീയമേളയെ മറ്റൊരു കലാവിരുന്നാക്കി മാറ്റുകയാണ്. വേലൂർ കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഗുരുതര രോഗാവസ്ഥയിലുള്ളവർക്ക് ധനസഹായം നൽകി. കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് 100ഓളം രോഗികൾക്ക് സഹായം നൽകിയത്. ഗ്രാമി അവാർഡ് ജേതാവ് വയലിനിസ്റ്റ് മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജന്മദിനം ആഘോഷിക്കുന്ന കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിനെ യോഗത്തിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, വർഗീസ് തരകൻ, പ്രിൻസ് തോമസ്, പി യേശുദാസ്, അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ഒരു വീട്ടിൽ ഒരു പോഷകത്തോട്ടം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു ഫ്രാൻസിസ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ബി സ്വപ്ന, പഞ്ചായത്ത് മെമ്പർമാരായ ഷീന സാബു, ബദുൽ സൈമൺ, മിനി ടീച്ചർ, ഷൈനി ഫ്രാൻസിസ്, ജമീല രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ട് ജനുവരി 3 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 10:30 ഭക്തജനങ്ങൾ 12,008 നാളികേരം എണ്ണിക്കൂട്ടും. ഉച്ചയ്ക്ക് 2 മണിക്ക് കളം കുറിച്ചതിനു ശേഷം കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന തായമ്പക അരങ്ങേറും. തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടാകും. അത്താഴപൂജയ്ക്ക് ശേഷം വൈകുന്നേരം 7 മണിക്ക് മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിച്ച ശേഷം ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണത്തിനും കളം പൂജയ്ക്കും കളം പാട്ടും നടക്കും. തുടർന്ന് കോമരം നാളികേരത്തിന് മുകളിൽ ഒരേ ഇരിപ്പിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതെ 12,008 നാളികേരം എറിഞ്ഞുകഴിഞ്ഞ് കളം മായ്ച്ച് പ്രസാദം നൽകി കൂറ വലിക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. അന്നേ ദിവസം 3 നേരവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനമുണ്ടാകും. വേട്ടേക്കാരൻ പാട്ടിനോടനുബന്ധിച്ചുള്ള ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് സ്പെഷ്യൽ വഴിപാട് കൌണ്ടറുകളും അന്നദാനത്തിന് വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ ലാസറിന്റെയും വിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. 2026 ജനുവരി 1, 2, 3, 4 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അവിൽ, മലർ, കൽക്കണ്ടം, ഉണക്കമുതിരി എന്നിവ ചേർത്താണ് 10,000-ഓളം നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വഴിപാടിനായി അരി പാക്കറ്റുകളും അവിൽ പാക്കറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച പാക്കറ്റുകൾ ആശീർവദിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ സോണി തോമസ്, കൈക്കാരൻ മറയ, ജോസി ചുങ്കത്ത്, അലക്സ് ചീരൻ, മനീഷ് സുരേഷ്, നേർച്ച കമ്മിറ്റി കൺവീനർ ജെയ്സൺ നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാടിന്റെ സ്നേഹാദരം. കലാസംവിധാനത്തിന് സംസ്ഥാന സർക്കാർ അവാർഡ് നേടി ചാലിശ്ശേരിക്ക് അഭിമാനമായി തീർന്ന അജയന് സ്നേഹോഷ്മളമായ ആദരമാണ് നാടൊരുക്കിയത്. ചൊവ്വാഴ്ച വൈകിട്ട് മെയിൻ റോഡ് സെന്ററിൽ നിന്ന് തുറന്ന ജീപ്പിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അജയനെ വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം സിനിമാ സംവിധായകൻ സജിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. PB സുനിൽ മാസ്റ്റർ അധ്യക്ഷനായി. മഞ്ഞുമൽ ബോയ്സ് ഗുണാകേവിലെ ആഴങ്ങളെക്കുറിച്ച് നടന്മാരായ കുട്ടൻ, സുഭാഷ് എന്നിവർ സംസാരിച്ചു. ആ സിനിമയുടെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറയുന്നത് ആ സെറ്റില്ലെങ്കിൽ ആ സിനിമയില്ല. ഞങ്ങളുടെ സൗഹൃദം എത്ര വലുതാണെന്ന് പറഞ്ഞാലും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാണിച്ചത്, ഇത്ര വലിയ ഹിറ്റാക്കാനും എല്ലാം പ്രചോദനമായത് ആ സെറ്റാണ്. അജയൻ ചേട്ടനില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് ചെയ്യും. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ അദ്ദേഹത്തിന് കൊണ്ടേ മാത്രമേ പറ്റുള്ളൂ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ,
സംഘാടകർ എന്നിവർ ചേർന്ന് അജയൻ ചാലിശ്ശേരിക്ക് പൗരാവലിയുടെ ഉപഹാരം സമ്മാനിച്ചു. ചിത്രരചനാ ക്യാമ്പിൽ പങ്കെടുത്ത ചിത്രകാരന്മാരെയും റിയൽ മഞ്ഞുമ്മൽ ബോയ്സിനും ഉപഹാരം സമ്മാനിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി എന്നിവർക്ക് അജയൻ മൊമന്റോ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TK സുനിൽകുമാർ, TK സുധീഷ് കുമാർ, ബ്ലോക്ക് മെമ്പർമാരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുന്നയ്ക്കൽ, കൺവീനർ VK സുബ്രഹ്മണ്യൻ, KK പ്രഭാകരൻ, EK മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. നമ്മളൊരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ആള് 120 അടി താഴേക്ക് സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ ഇറങ്ങിപ്പോയിട്ടുള്ളൊരു മനുഷ്യനാണത്. ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇല്ലാന്ന് തോന്നുന്നു. അതാണ് ആ പാട്ട്. അതുവരെ ഒരു പ്രേമ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഗാനമുള്ളത് ഈ സിനിമയിൽ കൂടിയിട്ട് ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പാട്ടും കൂടിയായിട്ട് മാറി ആ സോങ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഈ ആളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ കുഴിയുടെ ഉള്ളൊക്കെ എങ്ങനെയാണ്, പലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. സൈക്കിൾ യാത്രാ വാരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിളോട്ട മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7-ന് മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മത്സരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 10 കിലോമീറ്റർ ചുറ്റി മമ്മിയൂരിൽ തന്നെ സമാപിക്കും. 18 കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 94 46 42 40 93 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരൂരിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 5-ന് മഞ്ജുലാൽ പരിസരത്ത് സ്വീകരണം നൽകി. ഭാരവാഹികളായ ഡോക്ടർ PA രാധാകൃഷ്ണൻ, രവി ചങ്കത്ത്, P ശിവദാസൻ, PI സൈമൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി ചിറനെല്ലൂരിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 5 പേർക്ക് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെ 12:30 മിനി ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്കും ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:30 ഉണ്ടായ അപകടത്തിൽ ഒരാൾക്കുമാണ് പരിക്കേറ്റത്. മിനി ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. കപ്പൂർ കൂനമുച്ചി സ്വദേശികളായ കരുവാരക്കുന്നത്ത് ഷഹീദ്, പത്തിലിങ്കൽ വീട്ടിൽ ഗഫൂർ, വൈക്കത്ത് വീട്ടിൽ മിഥിലാജ്, തൈപ്പറമ്പിൽ വീട്ടിൽ ഹനാൻ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റ ഗഫൂർ, ഷാഹിദ് എന്നിവരെ കേച്ചേരി എക്സ് പ്രവർത്തകരും മിഥിലാജിനെ പറപ്പൂർ ആംബുലൻസ് പ്രവർത്തകരും ഹനാനെ സ്വകാര്യ കാറിലുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:30 മിനി ഗുഡ്സ് വാഹനവും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് മറ്റൊരു അപകടമുണ്ടായത്. പഴുനാന സ്വദേശി ജയേന്ദ്രനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ജയേന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരമാണ്. ഇയാളെ കേച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് ജയേന്ദ്രൻ ചികിത്സയിലുള്ളത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായതോടെ മേഖലയിൽ അപകടം പതിവായിരിക്കുകയാണ്. കുനമുച്ചി സത്സംഗിന്റെ നവവത്സരാഘോഷം കണ്ടാണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രമിത സജീവ് മുഖ്യാതിഥിയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് നവവത്സര ദിന സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ശരത് TS, പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി, സ്റ്റാഫ് നഴ്സ് ജോയ്സി എന്നിവർ സംസാരിച്ചു. സത്സംഗ് ഭാരവാഹികളായ ബിജോയ് PJ സ്വാഗതവും ജോമി ജോൺസൺ നന്ദിയും പറഞ്ഞു. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ കേക്ക് സമ്മാനമായി നൽകി. ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർക്കും രോഗികൾക്കും സത്സംഗ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ പുതുവർഷ മുഹൂർത്ത കച്ചവടം ജനുവരി 1 വ്യാഴാഴ്ച നടക്കും. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ ആദ്യമായാണ് പുതുവർഷ കച്ചവടം നടത്തുന്നതെന്നും എല്ലാ കർഷകരും കച്ചവടക്കാരും കച്ചവടത്തിൽ പങ്കെടുക്കണമെന്നും പ്രസിഡന്റ് ഷിജോയ് തോലത്ത് പറഞ്ഞു. ബുധനാഴ്ച മുതൽ പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും അടയ്ക്ക ലേലത്തിനായി എത്തിക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9:30 ലേലം ആരംഭിക്കും. 1953 ചാലിശ്ശേരിയിൽ ആരംഭിച്ച പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ ആദ്യമായാണ് പുതുവർഷ കച്ചവടം നടക്കുന്നത്. പുതുവർഷ കച്ചവടത്തിന് അടയ്ക്ക മാർക്കറ്റ് രക്ഷാധികാരി TK മാനു താണിയൻ, പ്രസിഡന്റ് ഷിജോയ് തോലത്ത്, സെക്രട്ടറി ബാബു കണ്ടരാമത്ത്, വൈസ് പ്രസിഡന്റ് സാലി കണക്കോട്ടിൽ, ട്രഷറർ MM ഫൈസൽ എന്നിവർ നേതൃത്വം നൽകും.
ഫ്ലാഷ് ബാക്ക് ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ കായിക താരം ഋഷി തറയിലിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം വാർഡ് കൗൺസിലർ PM മഹിജ ഉദ്ഘാടനം ചെയ്തു. ഫ്ലാഷ് ബാക്ക് ചെയർമാൻ KPA റഷീദ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കായിക താരം M ശശിയെയും സംസ്ഥാന കായികമേളയിൽ ജേതാക്കളായ 8 വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി AR സഞ്ജയ്, സുരേഷ് ചങ്കത്ത്, KV സത്താർ, R രവികുമാർ, ബാലൻ വാർനാട്ട്, PG സോണി, K ഹർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കുന്നംകുളത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ AITUC നടത്തിയ പ്രതിഷേധ ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജെയിംസ് റാഫേൽ ഉദ്ഘാടനം ചെയ്തു. KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി KM മണികണ്ഠൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് TP ജോസഫ് എന്നിവർ സംസാരിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് TK മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന മാനേജർ PK മുരളിക്ക് ഭരണസമിതിയും സഹജീവനക്കാരും ചേർന്ന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ബുധനാഴ്ച വൈകിട്ട് കല്ലുംപുറം വിദ്യാ റെസിഡൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം കേരള ബാങ്ക് ഭരണസമിതി അംഗവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മുരളി ആദ്യം ധരിപ്പിച്ചൊരു പാർട്ടി പട്ടികജാതി സർവീസ് സംഘം രൂപീകരിച്ച് അത് മെച്ചപ്പെടുത്താനാണ്. അതിന്റെ പ്രയാസം ഉള്ളൊരു കാര്യമാണ്. അത് മുരളി സെക്രട്ടേറിയറ്റ് കാലത്താണ് സ്വന്തമായിട്ട് കെട്ടിടമുണ്ടായി, ഒരു ചെറിയ വ്യവസായ യൂണിറ്റ് ആരംഭിക്കാനായി, പ്രിന്റിംഗ്, പിന്നീട് പ്രിന്റിംഗ് രംഗത്തുണ്ടാകുന്ന മത്സരങ്ങളും അതിൻ്റെ ആധുനികവൽക്കരണത്തിനൊക്കെ ഭാഗമായി നമുക്ക് പിടിച്ചു നിൽക്കാനായി. ഞാൻ സൂചിപ്പിച്ചത് ഏൽപ്പിക്കുമ്പോൾ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യാൻ മുരളി നന്നായി ശ്രമിക്കാറ്. ഭരണസമിതി പ്രസിഡന്റ് MK മോഹനൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും ഉപഹാരം നൽകി. കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്ത M ബാലാജിയെയും ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് MK മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് MN മുരളീധരൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, മുൻ പ്രസിഡന്റ് PI രാജേന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ്, KB ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പിന് മുരളി മറുപടി പ്രസംഗം നടത്തി. യോഗത്തിന് ഭരണസമിതി അംഗം സജിത്ത് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ബീന നന്ദിയും പറഞ്ഞു. മാനേജറായിരുന്ന PK മുരളി 16 വർഷത്തെ സേവനത്തിന് ശേഷമാണ് വിരമിച്ചത്. കേരള പ്രവാസി സംഘം സ്ഥാപക നേതാക്കളിൽ ഒരാളും ചാവക്കാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘം സ്ഥാപക നേതാവുമായിരുന്ന AC ആനന്ദൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൈമാറി. പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് MA അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ വിന്നിയും RMOയും ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ P യതീന്ദ്രദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭരണസമിതി അംഗങ്ങളായ അബു രാമനാഥ്, അബ്ദു രാമഞ്ചത്ത്, OS ജനാർദ്ദനൻ, ഉസ്ന സൈഫു, ജാസ്മിൻ ഹനീഫ എന്നിവരും സംഘം ജീവനക്കാരും പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളും സംബന്ധിച്ചു. ശാലിനി രാമകൃഷ്ണൻ സ്വാഗതവും OS ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെയും കൃഷി നശിപ്പിക്കുന്ന പക്ഷികളെയും ഉപദ്രവിക്കാതെ ഓടിക്കാൻ പുതിയൊരു മാർഗവുമായി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ. PVC പൈപ്പ് കൊണ്ട് നിർമ്മിച്ച പ്രത്യേകതരം ശബ്ദത്തോക്ക് ഉപയോഗിച്ചാണ് പ്രബീഷ് ഇപ്പോൾ സേവനം നടത്തുന്നത്. നാലരടി നീളമുള്ള PVC പൈപ്പാണ് ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗം. ഇതിന്റെ പിൻഭാഗത്തെ മൂടി തുറന്ന് ഒരു ചെറിയ കഷ്ണം കാർബൈഡ് ഇട്ട ശേഷം അല്പം പച്ചവെള്ളം ഒഴിച്ച് മൂടി ഉടൻ തന്നെ അടയ്ക്കുന്നു. പൈപ്പിനുള്ളിൽ രൂപപ്പെടുന്ന വാതകം ഒരറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള ലൈറ്റർ ഉപയോഗിച്ച് ജ്വലിപ്പിക്കുമ്പോഴാണ് വെടിയൊച്ചയ്ക്ക് സമാനമായ ഉഗ്രശബ്ദം ഉണ്ടാകുന്നത്. ഈ ശബ്ദം കേൾക്കുന്നതോടെ മൃഗങ്ങളും പക്ഷികളും പരിഭ്രമിച്ച് ഓടിപ്പോകുന്നു. മൃഗങ്ങൾക്ക് യാതൊരുവിധ ശാരീരിക പരിക്കുകളും ഏൽക്കാതെ അവയെ തുരത്താം എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് പ്രബീഷ് പറഞ്ഞു. വർഷങ്ങളായി ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പാമ്പുകളെ പിടികൂടാനും അപകടത്തിൽപ്പെടുന്ന പക്ഷിമൃഗാദികളെ രക്ഷിക്കാനും മുൻപന്തിയിലുള്ള വ്യക്തിയാണ് പ്രബീഷ്. ജനവാസ മേഖലയിലെത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി വനംവകുപ്പിന് കൈമാറുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയനാണ്. പ്രബീഷിന്റെ നിസ്വാർത്ഥമായ സേവനങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു സുഹൃത്താണ്
വന്യമൃഗങ്ങളെ ഓടിക്കാൻ സഹായിക്കുന്ന ഈ ഉപകരണം അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത്. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഈ തോക്ക് വലിയ ആശ്വാസമാകുകയാണ്. പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷമില്ലാത്ത ഇത്തരം വേറിട്ട പ്രതിരോധ മാർഗങ്ങൾ സിവിൽ ഡിഫൻസ് പ്രവർത്തനങ്ങളിൽ വലിയ മാതൃകയാവുകയാണ്. ഇത് PVC പൈപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് എന്താ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കാർബൈഡ് ഇടും. കാർബൈഡ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദം ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു സ്പാർക്കും വരും. ഇത് ഏത് രീതിയിലുള്ള മൃഗങ്ങളിനെ വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. കാട്ടിലെ മൃഗങ്ങളായാലും കാട്ടുപന്നി ആയാലും ആന അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളിലും ഓടിക്കാൻ പറ്റിയൊരു സാധനമാണ്. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധികളെ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാൻസിസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മഹിളാ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള സ്മിത മുരളി, ജില്ലാ സെക്രട്ടറി വിജിനി ഗോപി, ഷറഫു പന്നിത്തടം, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് മഹിളാ കോൺഗ്രസ് താൽക്കാലിക മണ്ഡലം പ്രസിഡന്റായി സൈനി ടീച്ചറിനെ ചുമതല ഏൽപ്പിച്ചു. തുടർന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരു മാറ്റിയതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പാട്ടു ഫാമിലിയുടെ ഗാനമേളയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിയെയും മേഖലയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചവരെയും വിശിഷ്ടാതിഥികളെയും സഹയാത്രയിലേക്ക് സ്വീകരിച്ചു. സഹയാത്ര ഡേ കെയർ ഹാളിൽ നടന്ന ആഘോഷങ്ങളുടെയും അനുമോദന സദസ്സിന്റെയും ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി നിർവഹിച്ചു. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സിനിമാ കലാസംവിധാനത്തിലൂടെ ചാലിശ്ശേരിയുടെ പേര് രാജ്യാന്തര നിലവാരത്തിൽ എത്തിച്ച അജയനെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ മുഖ്യാതിഥിയായി. നമ്മുടെ ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ ഉള്ള ഒരവസ്ഥയാണ്. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന പോരാളികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നമുക്കാർക്കും ആവശ്യം സഹതാപമല്ല, സപ്പോർട്ടാണ്. പല പ്രവർത്തനങ്ങളും പരിഗണനകളും വികസന പ്രവർത്തനങ്ങളിൽ ആവശ്യമാണ് എന്നും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ അത് മനസ്സിലുണ്ടാകണം എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ സ്വീകരണത്തിൽ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TK സുനിൽകുമാർ, TK സുജീഷ് കുമാർ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവരെയും ആദരിച്ചു. യോഗത്തിൽ സഹയാത്രാ ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, രക്ഷാധികാരികളായ റഹ്മാൻ കണിച്ചിറയ്ക്കൽ, ബാവ മാളിയയ്ക്കൽ, ഷക്കീർ എടയത്തുവളപ്പിൽ, KC കുഞ്ഞൻ, സഹയാത്രാ അംഗങ്ങളായ വാസുണ്ണി പട്ടാഴി, ഗോപിനാഥ് പാലഞ്ചേരി, രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. പഴഞ്ഞി ഐനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി കൂദാശ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇന്ന് വൈകിട്ട് പരിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളുമായി എത്തിയ പദയാത്രയെ പള്ളിയിൽ സ്വീകരിച്ചു. തുടർന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ കാർമ്മികത്വത്തിൽ പള്ളി കൂദാശയുടെ ഒന്നാം ഘട്ടം ആരംഭിച്ചു. സന്ധ്യാനമസ്കാരം, സ്നേഹവിരുന്ന് എന്നിവയുണ്ടായി. വ്യാഴാഴ്ച രാവിലെ പള്ളി കൂദാശയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കും. തുടർന്ന് വിശുദ്ധ കുർബാന, സാംസ്കാരിക സമ്മേളനം, പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. വികാരി ഫാദർ M ജോർജ് ചാക്കോ, ട്രസ്റ്റി MV ഷാജി, സെക്രട്ടറി VK ജോൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. പുന്നിയൂർക്കുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ 16ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമവും സ്നേഹവിരുന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ കൺവീനർ അറക്കൽ ഉമ്മർ മാസ്റ്റർ ആമുഖ പ്രഭാഷണവും കൃഷ്ണദാസ് പുറവൂർ അനുസ്മരണവും നടത്തി. പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളിക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. പ്രോഗ്രാം കൺവീനർ സജീവ് കരുമാലിക്കൽ വാർഷിക ആഘോഷ അവലോകനം നടത്തി. വാർഡ് മെമ്പർമാരായ അനിത ധർമ്മൻ, സീന സുരേഷ് തുടങ്ങിയവരും T ബാഹുലയൻ, K രാജേഷ്, അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി, ചോ മുഹമ്മദുണ്ണി, K വേണുഗോപാൽ, CK ശ്രീനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് ഉപഹാര സമർപ്പണവും സ്നേഹവിരുന്നും അസോസിയേഷൻ മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. അസോസിയേഷൻ സെക്രട്ടറി ജോർജ് സ്വാഗതവും ട്രഷറർ സുരേഷ് അച്ചമ്പാട്ട് നന്ദിയും പറഞ്ഞു.
ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ ഹൈദരാബാദ് ക്യാമ്പസിൽ നിന്നും ബയോളജിക്കൽ സയൻസിൽ PhD നേടിയ മരത്തങ്കോട് പേരോത്ത് ജയപ്രകാശിന്റെയും സുധാമണിയുടെയും മകൾ PJ ജയശ്രീക്ക് ഗ്രാമപഞ്ചായത്ത് ആദരം. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉപഹാരം സമ്മാനിച്ചു. വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, വാർഡ് മെമ്പർമാരായ UV ഗിരീഷ്, V ശങ്കരനാരായണൻ, PA ഉണ്ണികൃഷ്ണൻ, ഗീതാരാജൻ, KK അബ്ദുൾ റഹീം എന്നിവരും പൊതുപ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ജനുവരി 3-ന് പേരൻസ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 3 ശനിയാഴ്ച സ്കൂൾ ക്യാമ്പസിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീളുന്ന മെഗാ കാർണിവൽ പ്രശസ്ത കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ കാർണിവലിനോടനുബന്ധിച്ചുള്ള എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. രക്ഷിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും ഒരുമിപ്പിക്കുന്ന കുടുംബോത്സവം എന്ന നിലയിലാണ് പാരന്റ്സ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. കാർണിവലിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ രക്ഷിതാക്കൾ തന്നെ അവതരിപ്പിക്കുന്നതാണ്. രക്ഷിതാക്കളുടെ കഴിവുകളും സൃഷ്ടിപരമായ ആശയങ്ങളും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി കാർണിവൽ മാറും. വിവിധതരം സ്റ്റാളുകൾ, സാംസ്കാരിക പരിപാടികൾ, കുക്കറി ഷോ, വിവിധ മത്സരങ്ങൾ, ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ, മെഡിക്കൽ ക്യാമ്പ്, കരിയർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയെല്ലാം കാർണിവലിന്റെ ഭാഗമായിരിക്കും. കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടികൾ സ്കൂളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതീക്ഷയാണുള്ളത്. രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തം ഈ കാർണിവലിന്റെ ഏറ്റവും വലിയ ആകർഷണമായിരിക്കും. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ M ഫിറോസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PA ഷഹീദ്, PTA പ്രസിഡന്റ് നൂറുൽ ഹക്ക്, PTA അംഗം സാജിദ് അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കറുകപ്പുത്തൂർ പെരിങ്ങന്നൂർ ചേലിക്കാട്ടിൽ തറവാട് 14ാമത് കുടുംബസംഗമം കൂട്ടായ്മ പ്രസിഡന്റ് ശിവദാസൻ നമ്പ്യാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിനോദ് കുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന വ്യക്തികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം അവതരിപ്പിച്ച കീചകവധം കഥകളി അരങ്ങേറി. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളുമുണ്ടായി. 2 ദിവസമായി നടന്ന സംഗമത്തിൽ 400ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,365 രൂപ, പവന് 98,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 243 രൂപ. ചരമം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കുനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അധ്യാപികയുമായിരുന്ന തരകൻ പട്ടാത്തയിൽ ആന്റണിയുടെ ഭാര്യ NP മേരി ടീച്ചർ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ചാക്കുണ്ണി, പരേതനായ പോളി, ബാബുദാസ്, ബാബുരാജ് എന്നിവർ മക്കളാണ്. കുന്നംകുളം ചിറളയം കോറാട്ട് വിജയൻ നായർ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഉഷയാണ് ഭാര്യ. വിജിത നന്ദകുമാർ മകളാണ്. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് ചെറുതുരുത്തി ശാന്തിതീരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് സിനിമാ സ്റ്റൈലിൽ ലഹരി വിൽപ്പന സംഘത്തെ കീഴടക്കി ഡാൻസ് ഓഫ് സംഘം. കനോലി കനാലിൽ ചാടിയ പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയത് സാഹസികമായി. 21 കിലോ കഞ്ചാവും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചു കടന്ന 4-അംഗ സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. മുഖ്യപ്രതി മാടപ്രാവ് അനു കസ്റ്റഡിയിൽ. സിന്തറ്റിക് ട്രാക്കിൽ ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ. പുരുഷ, വനിതാ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി കരുത്ത് തെളിയിക്കാൻ കായിക പ്രതിഭകൾ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് ആവേശകരമായ തുടക്കം. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾക്ക് ഭക്തി നിർഭര സമാപനം. ദ്വാദശി പാരായണം, ദ്വാദശി പണം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ശേഷം നടന്ന ദ്വാദശി ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഞമനേങ്ങാട് തണ്ടേങ്ങാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ച് ബിംബത്തിൽ ചാർത്തിയ 3 സ്വർണ്ണത്താലി കവർന്നു. പോലീസ് അന്വേഷണം ഊർജിതം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുറുമാൽ അച്യുത നിവാസിൽ അച്യുതന്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.